എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തങ്കം. എൻ്റെ യൂട്യൂബ് ചാനലായ SJS ഫാമിലീസ് കാണുന്ന എല്ലാവർക്കും വളരെ വളരെ സന്തോഷം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്. അതിന് വേണ്ട സാധനങ്ങൾ: വാളംപുളി ഒരു ഇത്ര എടുത്തിട്ടുണ്ട്. അത് ചൂടുവെള്ളത്തിൽ ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകി ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത നീരാണത്. അത് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. പിഴിഞ്ഞരിച്ചതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് തക്കാളി, ഒരു വലിയ തക്കാളി എടുത്ത് ഒരു 4-5 കഷ്ണം ഇതിലിട്ടു. ഇനി ബാക്കിയുള്ളത് ഒന്ന് മിക്സിയിൽ അരിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, മുളക് പൊടി അതേമാതിരി തന്നെ കുറച്ച്, മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂണ്. ഇതിൽ കുരുമുളകാണ് നന്നായി നിൽക്കേണ്ടത്. കുരുമുളക് ഒരു 1.5 ടീസ്പൂൺ ഇടാം. നല്ല എരിവ് വേണം. പിന്നെ ജീരകപ്പൊടി അത് ഒരു 1/2 ടീസ്പൂൺ. ഞാൻ പരിപ്പ് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്, അതും കൂടി ഒഴിക്കുന്നു. ഉപ്പിടുന്നു. തക്കാളി വേവിച്ച വെള്ളം കൂടി ഉണ്ടാവും. പിന്നെ വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇടുന്നു. ഇനി നമുക്കിത് തിളപ്പിക്കാം. നല്ലോണം ഇത് തിളക്കട്ടെ. അപ്പോഴേക്കും ഞാൻ തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. കാരണം രസം കുടിക്കാനെടുക്കണതല്ലേ, ഇപ്പോൾ ഒത്തിരി വെള്ളമായാലും കുഴപ്പമില്ലല്ലോ. ഈ തക്കാളി അതിലിട്ട് ഞാൻ അതൊന്ന് അടിച്ചു കൊണ്ടിട്ട് രസം ഒരുവിധം തിളച്ചു. കുരുമുളകിൻ്റെ മണവും മല്ലിയുടെ മണവും ഒക്കെ വരുന്നുണ്ട്. ഇനി ഈ തക്കാളി അരച്ചത് ഒരു കുറച്ചാണ് ഒഴിക്കണം. കായം ഒഴിക്കണം. കായം ചെറിയ ടീസ്പൂണാണ് എടുക്കണം. ഈ പച്ചക്കായ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ രസം. ഞാൻ ദോശപ്പൊടി ഉണ്ടാക്കണതിന് മാത്രമേ കായം വറുത്ത് പൊടിക്കാറുള്ളൂ. ബാക്കി എല്ലാത്തിനും രസമായാലും അച്ചാറായാലും സാമ്പാറായാലും എന്തിനും കായം ചേർക്കണു. അതിങ്ങനത്തെ ഈ വെള്ളം ചേർക്കണം. അപ്പോൾ കായത്തിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഞാൻ തിളക്കട്ടെ നല്ലോണം. രസം നല്ലോണം തിളച്ചു. കുരുമുളകിൻ്റെ എല്ലാത്തിൻ്റെയും വരുന്നുണ്ട്. അതിലൊരു കഷ്ണം ശർക്കര ഇടുന്നുണ്ട്. ഒന്ന് തിളക്കട്ടെ. ഞാനൊന്ന് അടുപ്പ് മാറ്റി വെക്കട്ടെ കേട്ടോ. കടുക് വറക്കണ്ട. കടുക് പൊട്ടാനുള്ള തന്നെ വേണ്ട കേട്ടോ. ഒരു ടീസ്പൂൺ വെച്ചാൽ മതി. ചെറിയ ടീസ്പൂൺ ഇട്ടാൽ രസം ഓഫ് ചെയ്യാം. കരിവേപ്പിലൊക്കെ അപ്പോൾ കടുകൊക്കെ പൊട്ടി ഇനി നമുക്കിത് അതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് അടച്ച് വെക്കണം കേട്ടോ. അതിൻ്റെ ഇത് പോവരുത്, അതിൻ്റെ മണം പോവരുത്. നമുക്കിത് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഈ മല്ലിയില അതിൽ മുറിച്ചിടാം.
ഞാൻ ചൂടാറാൻ വേണ്ടി ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചതാണ്. ഇനി ഇതൊന്ന് കുടിച്ച് നോക്കട്ടെ കേട്ടോ. നന്നായിട്ടുണ്ട്. കായത്തിൻ്റെയും കുരുമുളകിൻ്റെയും പുളിയും മല്ലിയിലയുടെയും എല്ലാം നല്ല ടേസ്റ്റ് വന്നുണ്ട്. നമ്മുടെ തിലകേട്ടൻ പറഞ്ഞ പോലെ ഊണ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് രസം കുടിക്കുക. അത് ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. കായും എല്ലാത്തിൻ്റെയും സ്വാദ് വന്നിട്ടുണ്ട്. പിന്നെ ഇതുണ്ടാക്കിയത് ഒന്നും കൂടി പറയാം. വാളംപുളിങ്ങ നല്ലോണം നന്നായി ഒന്ന് കഴുകി എന്നിട്ട് നന്നായി അത് 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് ആ സത്തെടുത്തു. പിന്നെ പരിപ്പ് വേവിച്ചതിൻ്റെ 1 കപ്പ് വെള്ളം അത് ഒഴിച്ചു. തക്കാളി അരച്ചൊഴിച്ചു. തക്കാളി അതിൽ മുറിച്ചിട്ടു. ഒരു വലിയ തക്കാളിയാണ്, പകുതിയോളൊക്കെ അരച്ചിട്ടു, ബാക്കി അതിൽ മുറിച്ചിട്ടു. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് നല്ലോണം ഇടണം, തൊണ്ടയ്ക്കും നല്ലതാണ്. ഇപ്പം തന്നെ ആ കുരുമുളകിൻ്റെ നീട്ടം തോന്നുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, അങ്ങനെ എല്ലാ പൊടികളും ഇട്ടു. വെളുത്തുള്ളി ചതച്ചിട്ടു. അത് നല്ലോണം തിളച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ടു. ആ ശർക്കരയുടെയൊക്കെ ചെറിയൊരു മധുരം ഇതിൽ തോന്നുന്നുണ്ട്. പിന്നെ കടുക്, കരിവേപ്പില, വറ്റൽമുളകും കൂടി വറവിട്ടു. മല്ലിയില മുറിച്ചിട്ടു. കായം ഇട്ടിട്ടുണ്ട് കേട്ടോ. കായത്തിൻ്റെ വെള്ളം ഒഴിച്ചു. അങ്ങനെ ഞാൻ ഉണ്ടാക്കി. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ട സന്തോഷം അറിയിക്കൂ. രസവും പപ്പടും എൻ്റെ അനിയന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഒരു 10 പപ്പടം ഒരു ഡപ്പയിൽ കാച്ചി ഇവിടെ വെച്ചാൽ കുറേ ചോറ് എടുക്കും, രസം ഒഴിക്കും, അതിന് 4 എണ്ണം എടുത്തിടും. അത് കഴിഞ്ഞ് ആ പപ്പടം ഇങ്ങോട്ട് വയ്ക്കും, എന്നിട്ട് അതിന് എടുത്തിടും. വേറെ ഉപ്പേരി അടക്കം വേണ്ട. ഭയങ്കര ഇഷ്ടമാണ് രസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവൻ്റെ ഊണ് കഴിക്കല്. സാമ്പാർ എന്തുണ്ടാക്കിയാലും അതിൽ ഏറ്റവും കൂടുതൽ ഒരു തൃപ്തി മൂപ്പർക്ക് രസം കൂട്ടി ഉണയിച്ചാലാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ വേറെ എന്താ സന്തോഷം. ഓക്കേ.